സോ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു ബെസ്റ്റ് അപ്ലോഡ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഈ ഒരു ചാനലിലെ പുതിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് പണ്ടൊരു ചാനലുണ്ടായിരുന്നു എന്ന് പറയുമ്പം പണ്ടെന്നല്ല, നമുക്ക് നേരത്തെ ഒരു ചാനലുണ്ടായിരുന്നു, വാൻഡിക്സ് ഗെയിമിംഗ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ഇന്ന് ചാനൽ നമ്മളിന്ന് പോയിട്ടുണ്ട്. ഞാൻ ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ നമുക്കൊരു ഇത് നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് ഈ ഒരു ചാനലിലെ. അപ്പോൾ നമുക്ക് ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എവിടെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊച്ചിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ കൊച്ചി നമുക്കിപ്പോൾ ആളെടുക്കണം. നമുക്കിപ്പം കൊച്ചി ടു ബാംഗ്ലൂരാണ്. അപ്പം ബാംഗ്ലൂരാണ് നമുക്ക് ഓട്ടം കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ വയനാട് ചുരം വഴിയാണ് ഗൈസ് അപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ. അപ്പം നമുക്ക് പിള്ളേരെ എടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മളെ ഒരു ബസ് നമ്മളെ ഒരു ബസ് കയറുന്ന സ്ഥലമുണ്ട്. ആ ബസ് സ്റ്റാൻഡ് അവിടെ നിൽക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗൈസ്. സൈഡിൽ ഒരു ബൈക്കാരനുണ്ട് ഗൈസ്. ആ ബൈക്കാരൻ നിൽക്കുന്നതാണ് വളയ്ക്കാൻ പറ്റുന്നില്ല. ഓക്കെ, വളച്ചിട്ടുണ്ട്. അടിപൊളി. ആ ബൈക്കാരെ അങ്ങ് പോയിരുന്നു ഗൈസ്. അപ്പം നമുക്ക് ഇനിയും പിള്ളേർക്ക് ലൈറ്റൊക്കെ ഇട്ട് കൊടുക്കണം, ഓണാക്കണം. മഴയൊക്കെ ഉണ്ടെങ്കിൽ പൊളിച്ച് ഗൈസ് ആ വയനാട് ചുരത്തിൽ പോകുമ്പം. അപ്പം ഒരു നല്ല ട്രിപ്പാക്കി മാറ്റാൻ നമ്മൾ നോക്കും ഗൈസ്. അപ്പം വണ്ടി ഇവിടെ ആൾക്കാർ നിൽപ്പുണ്ട്. നമുക്ക് അവിടെ ആൾക്കാർ നിൽക്കുന്നതാണ്. ഒരു ഫാമിലി ടൂറാണോ എന്ന് അറിഞ്ഞുകൂടാ ഗൈസ്. അപ്പോൾ ഇവർ ഇവിടെ നിൽക്കാന്നാണ് പറഞ്ഞത്. സ്കൂൾ കുട്ടികളൊക്കെ എന്തൊക്കെയോ ഉണ്ട്. ഒരു ഫാമിലി ടൂറാണെന്ന് തോന്നുന്നു ഗൈസ്. എല്ലാവരും ഉണ്ട്, ബ്ലോഗറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വാൻഡിക്സ് എന്ന് പറഞ്ഞ ചാനലും ലിങ്ക് തരാം ഡിസ്ക്രിപ്ഷനിൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ മോഡിൻ്റെ ലിങ്കും ലിവറിൻ്റെ ലിങ്കൊക്കെ തരാം. പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ചാനലുണ്ട്, ഡ്രാക്സ് ഗെയിമിംഗ് എന്ന് പറഞ്ഞ. അവൻ്റെ ചാനൽ ലിങ്ക് ഞാൻ തരാം. അവൻ നല്ല അടിപൊളി വീഡിയോസാണ് ഗൈസ് ഇടുന്നത്. അപ്പോൾ അവനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവനെ കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് പോകാം ഗൈസ്. വണ്ടിയോടെ വളച്ചുകൊണ്ട് എടുക്കണ്ടേ. നമ്മൾ 2 ദിവസം നമ്മളൊരു നാളെ ഞങ്ങൾ അവിടെ ചെല്ലത്തുള്ളായിരിക്കും ഗൈസ്. ഇനിയും ഞാൻ കോഴിക്കോട് വരെ പോകുന്നതേ എടുത്തുള്ളൂ, അല്ലാതെ പാർട്ട് 2 ആയിട്ടായിരിക്കും ഗൈസ് ഇടുന്നത്. ഇനി അടുത്തൊരു വീഡിയോ വേണം, നിങ്ങൾ തന്നെ പറയണം വീഡിയോ കണ്ടിട്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. കത്തിച്ച് വേണം ഗൈസ്, എന്നാലേ ഒരു ഇതുള്ളൂ. നല്ല മഴയാണ് ഗൈസ്, ഇടിയൊട്ടും നല്ല മഴയാണ്. ഭയങ്കര ഇടിയൊക്കെ ഉണ്ട് ഗൈസ്. മിന്നലൊക്കെ അടിക്കുന്ന നമുക്ക് ഗ്ലാസ്സിൽ കൂടെ കാണാൻ പറ്റും. ഇച്ചിരി ബഗ്ഗുണ്ട് ഗൈസ്, ശ്രമിക്കണം. വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. ഫുൾ ഓൺ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് പിള്ളേരൊന്നും ഡാൻസ് കളിക്കുക ഗൈസ്. പിന്നെ നമുക്കൊക്കെ സൗണ്ടൊന്നും കേൾപ്പിക്കാൻ പറ്റത്തില്ല. പാട്ട് സോങ്ങിൻ്റെ കോപ്പിറൈറ്റ് അടിക്കും. സൈഡിന് മൊത്തം ഫ്രണ്ടിൽ മഴത്തുള്ളി ഇരിക്കാനൊന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്. ചേച്ചിയെ കാണണ്ട, ഇങ്ങോട്ട് നിങ്ങൾ അങ്ങ് പോവാ വണ്ടിയിൽ. ഓട്ടോയുടെ സൈഡിൽ കൂടെ അങ്ങ് എടുക്കാമെന്ന്. ഓട്ടോ സൈഡ് മാറ്റി തരത്തില്ല. സിഗ്നലാണ് ഗൈസ്. സിഗ്നൽ എത്തിയിട്ടുണ്ട്. നമുക്ക് സിഗ്നലിൻ്റെ സൈഡിൽ കൂടെ എടുത്തുകൊണ്ട് പോയേക്കാം. നമുക്ക് റൂൾസൊന്നും ഇല്ല ഗൈസ്. ആര് നോക്കാം, നമുക്ക് പെട്ടെന്ന് എത്തണ്ടേ. നമുക്ക് പെട്ടെന്ന് എത്തേണ്ടതാണ്. എന്തോ പെട്ടെന്ന് അർജൻറ്റായിട്ടുള്ള കാര്യമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തണം. ഇത്തിരി കത്തിച്ചിടാം ഗൈസ്. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ് ഗൈസ്. ഇനി വണ്ടി ചെയ്യുമ്പോൾ ചിലപ്പോൾ അഴുക്കാവുമായിരിക്കും. പിന്നെ നമുക്ക് ബാംഗ്ലൂർ എത്തിയെടുത്ത് കഴുകിയിട്ട് വേണം. അല്ലെങ്കിൽ നമുക്ക് ട്രിപ്പ് കഴിയുമ്പോൾ വണ്ടി ഒന്ന് കഴുകണം. വണ്ടിയുടെ അകത്ത് വെച്ച് ചവറൊക്കെ ആയിരിക്കും ഗൈസ്. ഞാൻ ഒറ്റയ്ക്ക് വേണം ഇതിൽ ഹാൻഡിൽ ചെയ്യുന്നു ഗൈസ്. ഭയങ്കര മഴയാണ് ഗൈസ്, ഭയങ്കര മഴ. കൊമേഴ്ഷ്യൽ മാപ്പ് എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത പിടിച്ചാലും കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ വയനാട് എത്തിയിട്ടുണ്ട് ഗൈസ്. വയനാട് എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് മൊത്തം ഗൈസ്, മൊത്തം ചുരവും മഴയുണ്ട് ഗൈസ്. അത്രേ ഉള്ളൂ. ഇനി മൊത്തം അങ്ങോട്ട് ചുരവും മുളകൊക്കെയാണ്. നല്ല കോടയുണ്ട് ഗൈസ്. ഒന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്, മഴത്തുള്ളി ഉള്ളതാണ്ടേ. ബഗ്ഗാന്ന് തോന്നുന്നത്. നമുക്കൊക്കെ സെറ്റാക്കാനൊന്നും കുഴപ്പമില്ല. നല്ല ബഗ്ഗാന്ന് തോന്നുന്നു ഗൈസ്. ഒന്നും സീനില്ല. ഫ്രണ്ട് കിടക്കുന്ന ബസ്സും തുറപ്പെട്ടം ചവിട്ടിയേ. ഓട്ടം അങ്ങോട്ട് കയറി പോകാനായിരുന്നു തോന്നുന്നു. അപ്പോൾ ഞാൻ കയറി ഇടിച്ചാൽ എന്തോടെ കാണിക്കുന്നേ. കുഴപ്പമില്ല, സ്റ്റഡി കൊടുത്തോണ്ട് പോവാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമുക്ക് ഇച്ചിരി സ്പീഡിൽ പോകണം ഗൈസ്. നമ്മൾ സൂക്ഷിച്ച് വേണം നമ്മൾ വളമൊക്കെ വളയ്ക്കാൻ. ഫോണൊക്കെ അടിച്ചും കയറാന്നേ. പക്ഷെ എൻ്റെ പൊന്നോ, ഇപ്പോൾ ഇടിച്ചേനെ. ഇപ്പോൾ ഓവർടേക്ക് ചെയ്തായിരുന്നു നമ്മൾ 3G ആനെ ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് കയറാം ഗൈസ്. ഇച്ചിരൂടെ കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം ഗൈസ് ഇത് എത്താൻ വേണ്ടി. അപ്പോൾ നമ്മുടെ പിള്ളേർക്കും ഫാമിലി ട്രിപ്പാണ്. അപ്പോൾ അവർക്ക് കോഴിക്കോട് ചെല്ലുമ്പോൾ ഒരു സ്ഥലമുണ്ട്. അവിടെ അവർക്കൊക്കെ ഫ്രഷ് ആവാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തണമെന്നാണ് ഗൈസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബസ് ഓവർടേക്ക് ചെയ്യാൻ പറ്റിയ കൊള്ളായിരുന്നു ഗൈസ്. ഈ ബസ് ഭയങ്കര ശോകമാണ്. ഇനി കോഴിക്കോട് ബീച്ചിൽ അവർക്ക് നിർത്തണം, അവർ കാണിക്കണം. പക്ഷെ വയനാട് അവർക്ക് പ്ലേസ് ഇല്ല, സ്റ്റോപ്പില്ല. അങ്ങനെ നിർത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തോ പറയുക, അവർക്ക് ബാംഗ്ലൂർ എന്തോ ആവശ്യമുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നല്ല സ്പീഡിൽ വേണം. മലയൊക്കെ സൂക്ഷിച്ചാണ് ഗൈസ് പോകാൻ.
നമ്മൾ വണ്ടി തന്നെ ഉടനെ തട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര സീനല്ലേ. വണ്ടി കൊണ്ട് തട്ടി നമ്മൾ ഇനി വണ്ടിയുടെ പുറകെ കിടക്കണ്ടേ. നമ്മളെ വണ്ടി നമ്മൾ സൂക്ഷിക്കുന്നത് നമ്മുടെ കടമയാണ് ഗൈസ്. അപ്പം നമ്മൾ ഈ വണ്ടി കൊണ്ട് വലിയുന്നില്ല ഗൈസ്. എന്ത് പറഞ്ഞ സഡസ്ത്ര വലിയേണ്ടതാണ് ഗൈസ്. ഇപ്പോൾ നമുക്ക് നല്ലൊരു കിഡിലൊരു വളവ് എത്തിയിട്ടുണ്ട് ഗൈസ്. നല്ല അടിപൊളി വളവ്, നല്ല ഹെയർ പിന്നാണ് ഗൈസ്. വളച്ചങ്ങോട്ട് എടുക്കുക. ആ സ്റ്റിയറിങ് കളയുന്നുണ്ട് ഗൈസ്, അത്രേ ഉള്ളൂ. നല്ല കോടയൊക്കെ ഉണ്ട്. ഇപ്പം മഴ പെയ്ത് തീർന്നതേ ഉള്ളൂ. അതുകൊണ്ട് നല്ല കോടയാണ് ഗൈസ്, നല്ല അടിപൊളി കോടയാണ്. ഈ ബസ്സുകാരനെ നോട്ടൊക്കെ ആയിട്ട് നമുക്കൊന്ന് കത്തിക്കാൻ നോക്കാം ഗൈസ്. ഇച്ചിരി പാടാണ്. നിങ്ങൾക്ക് വേണം ഈ വ്യൂ ഇട്ടുതരാം ഞാൻ. കണ്ടോ, മൊത്തം കോടയാണ് ഗൈസ്, അടിപൊളി കോടയാണ്. നമ്മൾ പിള്ളേരകത്തുനിന്ന് ഡാൻസൊക്കെ കളിച്ച് പോവാമോ. നമ്മൾ ഈ ഇതിട്ടുകൊണ്ട് ഇപ്പം അങ്ങോട്ട് കയറി ചെടിച്ചേനെ. കുഴപ്പമില്ല, ആ ബസ്സങ്ങ് പോയി. നമുക്ക് എങ്ങനെ ഓവർടേക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പതുക്കെ പോകാനേ പറ്റത്തുള്ളൂ ഗൈസ്. സൂക്ഷിച്ച് വേണം ഓവർടേക്ക് ചെയ്യാൻ, ലെവലിൽ ചെന്ന് കയറും, അതിലെ കുഴപ്പം. അല്ല ഞാനിപ്പോൾ എപ്പോഴും ഓവർടേക്ക് ചെയ്തേനെ, ഹൈവേ ആണ് നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്തേനെ. നല്ല അടിപൊളി സ്ഥലമാണ് ഗൈസ്. വയനാട് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഹോണൊക്കെ അടിച്ച് നല്ല അടിപൊളിയാണ് ഗൈസ് പോകാൻ വണ്ടിയിൽ. വെള്ളം കിടന്ന് ഡാൻസ് കളിച്ചുകൊണ്ടേ ഇരിക്കുക. വണ്ടി കിടന്ന് കുലുങ്ങ, പാട്ടിടാൻ പറ്റത്തില്ല ഗൈസ്. ഞാൻ ഒന്നുകൂടെ പറയാം, കോപ്പിയൊക്കെ അടിക്കും ഗൈസ്. ബസ്സിന് ഓവർടേക്ക് ചെയ്ത് അത്രേ ഉള്ളൂ. ഇത് കിട്ടിയൊരു അവസരം. ഈ എൻ്റെ പൊന്നോ, ഒരു കാർ എൻ്റെ പൊന്നോ ഇല്ലടിച്ചില്ല ഗൈസ്. അപ്പോൾ നമ്മൾ പ്രോ ഡ്രൈവർ അല്ലേ, അതുകൊണ്ട് ഇടിക്കത്തൊന്നുമില്ല ഗൈസ്. മുമ്പിലിപ്പോൾ ഒരു ഓട്ടോ പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യണം. ഇതെന്താ സാധനം കൊണ്ടാണ്ട് പോകാൻ തോന്നി ഗൈസ്, ചിരക്കം കൊണ്ടാകണ്ട്. അപ്പോൾ അതിലൊരു വളവ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ വളമൊക്കെ വളച്ചിറങ്ങി അവിടെ ചെല്ലണം. വൈബാണ് ഗൈസ്. ഓട്ടം ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഫ്രണ്ട്ലി ഒരു ഓട്ടോ പോകുന്നുണ്ട്. നല്ല അടിപൊളി വൈബാണ് ഗൈസ്. എന്തോ അങ്ങനെയൊക്കെ പറഞ്ഞാലും വയനാട്, ഊട്ടി, മൂന്നാർ, നമുക്ക് കൂടുതൽ ഇങ്ങനെയൊക്കെയുള്ള ഓട്ടങ്ങളാണ് കിട്ടുന്നത് കോളേജ് ട്രിപ്പിൻ്റെ ഒക്കെ. ഇനി അടുത്ത ആഴ്ച നമുക്കൊരു കോളേജ് ട്രിപ്പിൻ്റെ ഒരു വീഡിയോ വരും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ ഇട്ടേക്കുക. അതിൻ്റെ വീഡിയോ നിങ്ങൾ കാണണം ഗൈസ്, നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും. കോളേജ് ട്രിപ്പാണ്, നമ്മുടെ മൂന്നാറങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ വീഡിയോ ഇടാം, ഒരു കൺഫേം ആയിട്ടില്ല. എന്നാലും നമ്മുടെ വണ്ടിയാണ്, എൻ്റെ രാമൻ തന്നെയാണ് വിളിക്കുന്നത്. മൂന്നാറോ കൊടൈക്കനാലോ കണ്ടാണ് ഗൈസ്. എൻ്റെ നല്ലൊരു വളമായിരുന്നു ഗൈസ് അത്. ഈ ഓട്ടോയാണ് ഓവർടേക്ക് ചെയ്തായിരുന്നെങ്കിൽ. ഈ ഓട്ടോ സൈഡ് ചെയ്യുന്നില്ല ഗൈസ്, എന്തോ പരിപാടിയാണ് കാണിക്കുന്നത്. അങ്ങനെ മുട ഇറക്കുന്നു. ഒന്ന് മാറ്റിത്താടെ, എന്തൊരു സ്വഭാവമാണ് അമ്മമാരുടെയൊക്കെ ഗൈസ്. അപ്പോൾ ഞാൻ എന്നോട് പറയുകയാണ്, നിങ്ങളാ വാൻഡിക്സിൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരുമോ. ഇനി അഥവാ എനിക്ക് അതിൻ്റെ ഇത് കിട്ടിയാലോ, ചാനൽ ഒന്നുകൂടെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് വീഡിയോ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളെന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ കൂട്ടുകാരൻ്റെ ചാനലിലെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം, അവനെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നല്ലൊരു വളമായിരുന്നത്. ഈ ഫ്രണ്ടിൽ ഒരു കാറുകാരൻ പോകുന്നുണ്ട്, അവനെ അങ്ങ് ഓവർടേക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു വളമുണ്ട് ഗൈസ്, ആ വള വെച്ച് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ഇറക്കമായി ഗൈസ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ വയനാട് ഈ ചുരം തീരാൻ പോവുകയാണ്. പിന്നെ അവിടെ ഓവർടേക്ക് ചെയ്യാൻ നടക്കത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇനി അഥവാ ഓവർടേക്ക് ചെയ്താലും ഇച്ചിരി പാടാ, നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം ഈ വിളവ്. വേണ്ട ഗൈസ്, ഇവിടെ ഇച്ചിരി ആ ഒരു പോസ്റ്റ് പോകണം, നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റിയില്ല, അതും കുഴപ്പമില്ല. ഇവിടെ കണ്ടോ, ഇവിടുന്ന് നേരെ താഴെ ചെല്ലുണ്ട്. ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ സൈഡിലത്തെ മണം ഇട്ടേക്കുന്നതിന് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇന്ന ഒരു അവസ്ഥയാണ് ഗൈസ്. നമ്മളിപ്പോൾ അതൊക്കെ പോകുന്നത് ഏറ്റവും നല്ല സേഫ്, നമുക്ക് സേഫ് അതാ. കാറിനെ കൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. ഇനി ഇവിടുന്ന് വേറെ വണ്ടി വന്നാലോ സീന. നല്ലൊരു ഹെയർ പിന്നത്. പക്ഷെ എൻ്റെ പൊന്നോ, ഇപ്പോൾ ആ കൊച്ചിന് ഇടിച്ചേനെ ഗൈസ്. ഒരു വള്ളി തലേ വന്നേനെ. മഴ ഇതാണ്ട് ഇച്ചിരി സ്ലിപ്പറി ഉണ്ട് ഗൈസ്, വണ്ടി കൊണ്ട് വളയുന്നതും ഇല്ലാണ്ടോ. ഇപ്പോൾ ആ കാറിൻ്റെ നേരെ ഇടിച്ചാനെ. പിന്നെ നമ്മൾ റോഡ് ഡ്രൈവറാണ്ടൊക്കെ നോക്കുന്നുണ്ട് ഗൈസ്. ആണോ ഗൈസ്, ഇവിടെ റോഡ് ഇടിച്ച് കിടക്കുന്നത് ഗൈസ്, ഇടിഞ്ഞ് പൊളിഞ്ഞ്. വേറെ ഏതാ വണ്ടി ഒന്ന് ഇടിച്ചാന്ന് തോന്നുന്നു ഗൈസ്. ഇതുപോലെ അങ്ങനെ സ്പീഡിലാണ് വന്ന് ഇടിച്ച് കയറിയതായിരിക്കും. നേരെ എന്ന കൊക്കയാ. നല്ല ആക്സിഡൻ്റ് ആയിരിക്കും ഗൈസ് അത്. ഈ കാറുകാരനെ ഓവർടേക്ക്. ഇപ്പോൾ ഗൈസ് ഇനി കോഴിക്കോട് വന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ കോഴിക്കോട് വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടി സൈഡാക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലമില്ലേ, ഹോട്ടൽ അല്ലെങ്കിൽ റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞത്, അത് ഈ 2 റൂമാണ്. വീടാണെന്ന് അറിയത്തില്ല. ഈ ഒരു 2 ബിൽഡിങ്ങാണ് അവർ ഫ്രഷപ്പിന് വേണ്ടി എടുത്തിരുന്നത്. അപ്പോൾ അവരുടെ വണ്ടി കയറിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് പോകാം ഗൈസ്. ഒരു ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ കോഴിക്കോട് ബീച്ച് വിസിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്.
അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പാർക്കിംഗ് ആണ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് കോഴിക്കോട് ബീച്ച് എത്തും. അപ്പോൾ ഒരു പാർക്കിംഗ് ആണ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ വണ്ടി സൈഡാക്കണം. അപ്പോൾ അത്ര വരെ ഇടത്തുള്ളൂ. അതുകൊണ്ട് പാർട്ട് 2 ആയിട്ടാണ് എനിക്ക് ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. നമ്മളെ ഹൈവേ ആയെന്ന് തോന്നുന്നു, ഹൈവേ അല്ലേ. അപ്പോൾ വെച്ച് അനത്തിയേക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ ഭയങ്കര സീനല്ലേ. വോക്കൽ കിട്ടാൻ പോകണമെന്നുണ്ട് ഗൈസ്. പക്ഷെ പോലീസ് നോക്കിക്കഴിഞ്ഞാൽ തീർന്നു. MVD നമ്മളെ തൂക്കും ഗൈസ്, അത്ര ഞാൻ പറയാനുള്ളൂ. എന്താ ട്രക്കാർ നമുക്ക് അവിടെ നിന്ന് മാറ്റി തന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ട്, ആണ് പെട്രോൾ അടിച്ചിട്ട് പോകാൻ വേണ്ട. നമുക്ക് 63 ലിറ്റർ ഉണ്ട് ഗൈസ്. എന്തായാലും ട്രിപ്പിന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കോഴിക്കോടൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂർ എത്തറാകുമ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പെട്രോൾ അടിക്കേണ്ടി വരും. പെട്രോൾ ഗൈസ്, ഡീസൽ അടിക്കേണ്ടി വരും നമുക്ക്. സൈഡിൽ കൂടെ അങ്ങ് വെച്ച് അനത്താണ്. 2 കാറാണോ അവൻ മാറ്റി തന്നിട്ടുണ്ട്, അവനും മാറ്റി തന്നിട്ടുണ്ട് ഗൈസ്. മാറ്റി താടാ അങ്ങോട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് നമുക്ക് അവൻ മാറ്റി തന്നിട്ടുണ്ട്. ഹൈവേല നമുക്ക് ഇച്ചിരി കത്തിച്ച് വിട്ടാലേ അവിടെ ചെല്ലത്തുള്ളൂ ഗൈസ്. അവിടെ അവനോടൊന്ന് മാറ്റി തന്നായിരുന്നു, ഉമ്മാരൊന്നും മാറ്റി തരുന്നത്. പോലീസാ, ചുമ്മാ അല്ല. മറ്റേ മരുന്നുണ്ട് അവനൊക്കെ ഗൈസ്, നല്ല ഡ്രൈവർ, അവൻ മാറ്റി തന്നിട്ടുണ്ട്. കോഴിക്കോട് ഹൈവേ അത്രേ ഉള്ളൂ. നമ്മൾ കോഴിക്കോട് ഹൈവേ കൂടെ പറത്തി പോവാണ് ഗൈസ്. ചേച്ചി ബൈക്ക് ചേച്ചി പോകുന്നുണ്ട്, സ്കൂട്ടിയിലെങ്ങാണ്ടാന്ന് തോന്നുന്നു. സൈഡിൽ ചുറ്റും കടകളൊക്കെ ഗൈസ്. നമ്മൾ ബീച്ച് എത്തിയെന്ന് തോന്നുന്നു ഗൈസ്. സൈഡിൽ കാണുന്ന ബീച്ചുണ്ട്, സൈഡിൽ കാണുന്ന ബീച്ചാണ് ഗൈസ്. കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞാൽ പൊളിയാണ്. നമുക്കിനി വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് നമുക്കിനി അകത്തോട്ട് പോയി കാണണം ഗൈസ്. ഇവിടെ പോലീസ് കയറി പോട്ട് നമ്മളിനി എന്തെങ്കിലും കാണിച്ചാൽ സൗണ്ടൊക്കെ ഓഫാക്കി ഗൈസ്. പോലീസ് നമ്മളാണ്ട് MVD എന്ന് തോന്നുന്നു പോകുന്നത്. നമ്മൾ വണ്ടി അകത്ത് സൗണ്ടൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. MVD ഒന്ന് പോട്ട്. അപ്പോൾ നമുക്ക് കോഴിക്കോട് നമുക്കും ബീച്ചൊക്കെ കാണണം ഗൈസ്. രാത്രിയായി, എന്തായാലും രാത്രി ആയപ്പോഴായി പോയി. എന്തായാലും കോഴിക്കോട് ബീച്ച് കാണുമ്പോൾ അവർക്കും ഇനി ഫ്രഷ് ആയ ആ റൂമിലാണെങ്കിലും വേറെ റിസോർട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്, കോഴിക്കോട് നിൽക്കാൻ വേണ്ടി, സ്റ്റേ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്തായാലും അവരോട് നിൽക്കുമായിരിക്കും. നമുക്കും അവിടെ നിൽക്കാൻ സ്ഥലമുണ്ട്. പിള്ളേർക്ക് ഇനിയും ബീച്ചൊക്കെ ഇനിയും രാവിലെ ആയിരിക്കും വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ 11 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അത്ര നേരം അവർക്ക് ഇവിടെ ബീച്ചിനകത്ത് അടിച്ചു പൊളിക്കാനുള്ള സമയം തോന്നുന്നു ഗൈസ്. അപ്പോൾ 11 മണിയാകുമ്പോൾ നമുക്ക് ഈ കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഇറങ്ങണം എന്നാണ് പറയുന്നത്, ബാംഗ്ലൂരിലോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ഞാൻ പാർട്ട് 2 ഇടാം. നമ്മൾ എത്താറായി, സൈഡിലോട്ട് ഒന്ന് ഒതുക്കണം ഗൈസ്. നമുക്ക് പാർക്കിംഗ് ഒന്നും കാണുന്നില്ല. സൈഡിലോട്ട് ഒരു പാർക്കിംഗ് ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. കറക്റ്റ് ഒരു കോഴിക്കോട് ബീച്ചായിട്ടല്ലേ വരുന്നത് ആ ഒരു സ്ഥലത്തിൽ. കോഴിക്കോട് ബീച്ചിൽ കുറച്ച് പുറമേയായിട്ടാണ് ഗൈസ്, കുറച്ച് അവിടെ വരെ പോകണ്ട, അതിന് മുമ്പേ ആയിട്ടാണ് നമുക്ക് റിസോർട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് സൈഡിൽ ഒരു പാർക്കിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്, ഹൈവേയുടെ തൊട്ട് സൈഡിൽ. അപ്പോൾ അവിടെ നിന്ന് ബീച്ച് നല്ലോണം കാണാം, ബീച്ചിലോട്ട് പോകുന്നൊരു വഴിയുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ അങ്ങ് വണ്ടി കയറ്റി ഇടാം. സൈഡിലാണ് ഗൈസ്. ലൊക്കേഷൻ തന്നിരിക്കുന്നതിനകത്ത് കുറച്ചുകൂടെ പോയാൽ മതി, കുറച്ചുകൂടെ കഴിയുമ്പം ആ ഒരു തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 2 വണ്ടി ഉണ്ട് ഗൈസ്. സീന ഹൈവേ അല്ലേ കൊണ്ടാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് രാവിലെ ആയിരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് സീനാ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി വൃത്തിയാക്കി വെക്കണം. അവർ വരുമ്പോഴത്തേനും, രാവിലെ വരുമ്പോഴത്തേനും കുറച്ചുകൂടെ നീറ്റാക്കിയിട്ട് അവർ സെറ്റാക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് കുറച്ചുകൂടെ പോകാറുണ്ട്. അപ്പോൾ ഇനി നിങ്ങളത് കണ്ടിട്ട് പോവാം ഗൈസ്. അതായത് നമ്മൾ എത്തി ഐസ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ സൈഡിലോട്ട് ഇട്ടേക്കാം നമുക്ക് വണ്ടി. അകത്തോട്ട് കയറ്റി പെട്ടോ നോക്കാം, അകത്തോട്ട് കയറ്റാൻ പറ്റി. അടി കെട്ടുന്നുണ്ട് ഗൈസ്, അടി കെട്ടി. നമ്മൾ അടി കെട്ടിയിട്ടുണ്ട്. ബാക്കിലോട്ട് എടുക്കാം ഗൈസ്, ഒന്നും കുഴപ്പമില്ലെന്നേ. സെഡസ് ഇച്ചിരി ലോഡാണ് ഗൈസ്. ബാക്കി എല്ലാ മോഡലും വെച്ച് നോക്കുമ്പോൾ സൈഡ് തിരിച്ചും കിട്ടേക്കാന്നേ. ആ സൈഡിൽ ഒരു ബസ് എടുക്കണ്ട, അതിന് അത്ര അങ്ങനെ ഒന്നും ഇടാൻ പറ്റത്തില്ല ഗൈസ്. റോഡോട് ഇതിൻ്റെ ബാക്ക് വശം കിടക്കും, അത് വെച്ച് സീനാണ്. നമ്മൾ വീഡിയോ നിർത്തുകയാണ്. പാർട്ട് 2 അടുത്ത വീഡിയോക്ക് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഗൈസ്.